പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, പുതിയ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകി തന്നതോർത്ത് കർത്താവിന് എല്ലാ നന്ദിയും മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും ദൈവത്തിൻ്റെ ആ വിലയേറിയ വാഗ്ദത്തങ്ങൾക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതം പ്രാർത്ഥനയോടെ വേദവചന ധ്യാനത്തിനായി നമുക്ക് നമ്മുടെ കാതുകളെ, ഹൃദയങ്ങളെ കൂർപ്പിക്കുവാൻ ആധാരമായി ഒരു വാക്യം വായിക്കുന്നു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. സങ്കീർത്തനങ്ങൾ 3:3, സാംസ് 3:3, മൂന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യം. ഒത്തിരി മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാലും ഇന്ന് ഈ സങ്കീർത്തനത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ഒരു വേദവചനമാണ് വായിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 3:3. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഈ സങ്കീർത്തനം തുടങ്ങുമ്പോൾ നമുക്കറിയാം, യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്വങ്ങളിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു എന്ന് പറഞ്ഞാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ചുറ്റും ഒരുപാട് ശൗല് പിടിക്കാൻ വരുന്നു. അപ്പോൾ ഗോലിയാത്തിൻ്റെ ആ കാലഘട്ടം കഴിഞ്ഞു. ഗോലിയാത്തിനെ കൊന്നു. ദാവീദ് 10,000 കൊന്നു, ശൗൽ 1000 കൊന്നു എന്ന് പറഞ്ഞ് പേരായി. ആ ഒരു ടൈമിൽ, അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ, ആ ഒരു ടൈമിൽ ദാവീദ് ഗുഹയിൽ നിന്ന് ഗുഹയിലേക്ക്, അല്ലെങ്കിൽ പർവ്വതത്തിൽ നിന്ന് പർവ്വതത്തിലേക്ക് ഓടി ഒളിക്കുന്ന കാലഘട്ടത്തിൽ, നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഈ സങ്കീർത്തനം. അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനത്തിന്, ഈ വാക്യത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ചുറ്റും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുള്ളപ്പോൾ, ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന നിമിഷത്തിൽ, അങ്ങനെ ചിന്തിക്കുന്ന നിമിഷമാണ്, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിൽ, അവിടെയാണ് യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നേ, അവന് ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ല എന്ന് അവനെക്കുറിച്ച് പലരും പറയുന്നു, എന്നെക്കുറിച്ച് പലരും പറയുന്നു. ഇതൊരു വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടം. കാരണം ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആ സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് അറിയുന്നത്. ആ വാക്ക് കേട്ടോ, യഹോവേ, ആ വേദനയുടെ ആഴത്തിൽ നിന്ന്, വേദനയുടെ ആ ഡീപ്പസ്റ്റ് ലെവലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ആ സാഹചര്യത്തിലേക്കൊന്ന് വന്നേ. ചിലപ്പം വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ടൊന്നും കാണുന്നില്ലായിരിക്കും. ഒരു വൈരികൾ പെരിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അപവാദ പ്രചരണങ്ങൾ, മൂർത്ത അമ്പുകൾ കൊണ്ടുള്ള, വാക്കുകൾ കൊണ്ടുള്ള കുത്തലുകൾ, നമുക്ക് പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നിന്ന്, പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്ന് സഹായം കിട്ടാതെ വരിക, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ തളർത്തിക്കളയുന്ന, നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തതുപോലുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ സാഹചര്യങ്ങളിൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്നത് പോലുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളുടെ ആഴം അറിയുമ്പോഴാണ് അടുത്ത വാക്ക് പറയുന്നത്. എന്നിട്ട് പറയുന്ന വാക്കാണ്, അവന് ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ഇതൊരു സങ്കടകരമായ കാര്യമാണ്. കാരണം അവന് ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ല, ദൈവത്തിങ്കൽ നിന്ന് പോലും രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. കേട്ടോ വാചനം. ഇങ്ങനത്തെ ഒരു സാഹചര്യം, ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് വിചാരിക്കുന്നത് പോലെ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൻ്റെ, ആ പ്രത്യേക സാഹചര്യത്തിൻ്റെ വേദനയുടെ ഡീപ്പസ്റ്റ് ലെവലിലാണ് പറയുന്നത്, അവന് ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ല എന്ന് അവനെക്കുറിച്ച് പലരും പറയുന്നു. ദൈവത്തിങ്കൽ നിന്ന് പോലും രക്ഷയില്ല എന്ന് പലരും പറയുന്നു. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിനകത്താണ് ഇവിടെ ദാവീദ് പറയുന്നത്. അടുത്ത വാക്ക പ്രസക്തം. അപ്പൊ ഈ ആദ്യത്തെ 2 വാക്ക്, യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ല എന്ന് അവനെക്കുറിച്ച് പലരും പറയുന്നത്, എന്നെക്കുറിച്ച് പലരും പറയുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല, അവന്റെ കാര്യം പോക്കാം, ദൈവം പോലും ഉപേക്ഷിച്ചു. എന്തെങ്കിലും കാര്യങ്ങൾ, യോബ് പറയുന്നത്, യോബിനെ കുറിച്ച് സ്നേഹിതന്മാരും എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും. വിധവയുടെ വസ്ത്രം എടുത്തു കാണും, അല്ലെങ്കിൽ അന്യായമായി ലാഭം മേടിച്ചു കാണും, അല്ല അന്യായമായി അനാഥനെ കൊള്ളയിട്ട് കാണും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉപേക്ഷിക്കുന്ന എല്ലാവരാലും ത്യജിക്കപ്പെട്ട് അവന് ദൈവത്തിങ്കൽ നിന്ന് പോലും രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു.
ആ സാഹചര്യത്തിനകത്താണ് അടുത്ത വാക്കിന്റെ പ്രസക്തി. ആ വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഈ ഒരു 3 വാക്കിലെ ഒന്ന് നിർത്തി സംസാരിക്കട്ടെ കുഞ്ഞെ. ഇതുപോലെ പ്രതിസന്ധിക്കകത്ത് അവന് ചിലപ്പോൾ നിനക്ക് ഹൃദയത്തിൽ തോന്നുന്നുണ്ടോ, എനിക്ക് ദൈവത്തിങ്കിൽ നിന്ന് പോലും ഒരു മറുപടി കിട്ടുന്നില്ലല്ലോ, അവന് ദൈവത്തിങ്കിൽ നിന്ന് പോലും രക്ഷയില്ലല്ലോ എന്ന് പറയുന്ന സാഹചര്യത്തിൽ, അതേ ഒരു സാഹചര്യത്തിനകത്ത് ഇവിടെ ഇവിടെ 3 വാക്കുകൾ പ്രസക്തമാണ്, ഹൃദയം തൊടുന്നതാണ്, ഒത്തിരി ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. ആ വാക്കുകൾ ഏതാണെന്നറിയാമോ? നീയോ യഹോവേ. ആദ്യത്തെ വാക്കുകൾ കേൾക്കണം. യഹോവേ എൻ്റെ വൈരികൾ എത്ര പേര് ഇരിക്കുന്ന എന്നോട് എതിർക്കുന്നവർ അനേകാട് കരഞ്ഞുകൊണ്ടാണ്. അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു എന്ന് തീർന്നിട്ട് അടുത്ത വാക്കിലോട്ടെന്ന് കേട്ടേ. എന്നാൽ ഇതാണ് ഒരു ഭക്തന്റെ ഉറപ്പ്, ഇതാണ് യഹോവയിൽ ആശ്രയിക്കുന്നതിന്റെ ഉറപ്പ്, ഇതാണ് ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ ഉറപ്പ്. ഇതാണ് കുഞ്ഞെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ നിയോഗത്താൽ നീ കേൾക്കുമ്പോൾ നിന്നോടുള്ള ദൈവത്തിന്റെ ശബ്ദം ഇതാണ്. നീ പറയേണ്ട എന്നോട് ചേർന്ന വചനം, ദാവീദിനോട് ചേർന്ന് എന്നോട് ചേർന്ന വചനം എടുത്തു പറഞ്ഞേ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. ആ വാക്ക് എനിക്ക് ചുറ്റും പരിചയം, അത് ഞാനൊന്ന് വിശദീകരിക്കാം. അടുത്ത എൻ്റെ മഹത്വവും, അടുത്ത രണ്ടാമത്തേത് 3 എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. തലപ്പം ഈ തല താഴ്ന്നിരിക്കുന്ന അവസ്ഥയിലായി പറയുന്നത്. തല താഴ്ന്ന് തല ഉയർത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഈ സാഹചര്യത്തിൽ ആദ്യത്തെ പദം നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. ഈ വരുന്ന ക്രൂരമ്പുകളും ഈ വരുന്ന വാക്കുകളും എന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്നു, അവന് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് പറയുന്നു. കുഞ്ഞെ, നിന്നെ ദേഹത്തേശുന്നില്ല എന്ന്, നിന്നെ കൊള്ളുന്നില്ല. കാരണം ഇതെവിടെയാ കൊള്ളുന്നതെന്നറിയാമോ? നിന്റെ ചുറ്റും നിൽക്കുന്ന പരിചയുടെ മേലെ. വാൾ കൊണ്ട് വെട്ടുമ്പോൾ തടയുന്ന സാധനത്തിന്റെ പേരാ പരിചയം എന്ന് പറയുന്നത്, ഷീൽഡ്. അത് തടയുന്ന സാധനമാണ്. നിനക്ക് നേരെ യുദ്ധം ചെയ്യുമ്പോൾ അത് നിന്റെ യുദ്ധത്തിനകത്ത് നിന്റെ ദേഹത്ത് കൊള്ളാതെ തടയുന്ന സംഭവത്തിന്റെ പേരെ പരിചയ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. ഒരു പരിചയമല്ല, നിനക്ക് ചുറ്റും പരിചയമായിട്ട്. ഇതൊന്നും നിന്നെ ഏശുന്നില്ല എന്ന്, ഇതൊന്നും നിന്റെ ദേഹത്ത് കൊള്ളുന്നില്ല എന്ന്, ഇതൊന്നും നിന്റെ ദേഹത്തേക്ക് പതിക്കുന്നില്ല എന്ന്. നീയോ യഹോവേ ഒന്ന് എനിക്ക് ചുറ്റും പരിചയം. ഒന്നാമത്തെ വക പരിചയം, എനിക്ക് ചുറ്റും പരിചയം. 2 എൻ്റെ മഹത്വവും. ഈ മഹത്വത്തിന് ഗ്ലോറിഫൈ, എൻ്റെ മഹത്വം. യഹോവ എനിക്ക് മഹത്വമാണ്. കാര്യം ഇന്ന് കിടക്കുന്ന ഇയ്യോബിനെ നാളെ പറഞ്ഞിട്ട് പറയും, അയ്യോബിനെ നോക്കിയിട്ട് പറയും, ഇവൻ കണ്ടോ ദൈവത്തിന്റെ മഹത്വം കണ്ടോ, ദൈവത്തിന്റെ മഹത്വം എന്ന് പറയത്തക്കവണ്ണം നീയോ യഹോവേ ഒന്ന് നിന്റെ ദേഹത്ത് കൊള്ളാതെ, നിന്റെ ആത്മാവിനെ കൊള്ളാതെ, നിന്റെ ദേഹിയെ കൊള്ളാതെ എനിക്ക് ചുറ്റും പരിചയം. 2 നിന്റെ ഗ്ലോറി, നിന്റെ മഹത്വം. നീ ഒരു മഹത്വത്തിന് വെച്ചിരിക്കുന്ന കേസാ. ഈ കാനാവിലെ കല്യാണ വീട്ടിൽ ചെയ്ത് തന്റെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ആ വീഞ്ഞു തീർന്നു പോയ വീട്ടില് ലാസറിനെ ഉയർപ്പിച്ച് മഹത്വം വെളിപ്പെടുത്തി. അവിടെ മാർത്തയോടും മറിയോടും പറയുന്ന വാക്ക്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത് മഹത്വത്തിന് വെച്ചിരിക്കുന്ന കേസാ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും. 3ാമത്തെ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം, എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇന്ന് ഈ വചനം അതുപോലെ അങ്ങ് ഏറ്റെടുത്തേ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും, എന്റെ തല ഉയർത്തുന്നത്. നിന്റെ തല എന്നും താഴ്ന്നിരിക്കത്തില്ല. ഇതൊരു ടെമ്പററിയാ. ഇന്ന് നീ താഴ്ന്നു പോയോ, ദാവീദ് ശൗലിന് അതൊരു ടെമ്പററിയാ. അബ്ശാലോമിൽ താഴ്ന്നു പോയോ, അതൊരു ടെമ്പററിയാ. ഗോലിയാത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഇസ്രായേലിന്റെ തല താഴ്ന്നു പോയി, ഇതൊരു ടെമ്പററിയാ. ഇതൊരു താൽക്കാലികമാ, നൈമിഷികമാ, നിമിഷ നേരത്തേക്കുള്ളൂ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും. അടുത്ത വാക്ക് തല ഉയർത്തും. നിന്റെ തല ഉയരുമെന്ന് എബേസിനെ കുറിച്ച് പറഞ്ഞു. അവൻ വ്യസനപുത്രനാ, അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ അമ്മ പേരിട്ടത് വ്യസനപുത്രൻ എന്നാ. എന്നാൽ ദൈവം തല ഉയർത്തി, ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം എൻ്റെ തല ഉയർത്തിയപ്പോൾ അവൻ്റെ പേര് മാറി. എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. പേര് മാറ്റി, ദൈവം പേര് മാറ്റി. ദൈവം നിന്റെ പേര് മാറ്റിയ തല താഴ്ന്നിരിക്കുന്നു, എൻ്റെ തല ഉയർത്തുന്നു. നീ എൻ്റെ തല ഉയർത്തുന്നവനാകുന്നു. വിശ്വസിച്ച കുഞ്ഞെ, ഈ നിന്റെ തല ഉയർത്തുന്ന ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന്. നീയോ യഹോവേ, ഇതിനോട് ചേർന്ന് പറഞ്ഞ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും, എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ആവർത്തിച്ച്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും, എൻ്റെ തല ഉയർത്തുന്നവനുമാകും. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും, എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു.
അതെ, ആ വചനത്തിലേക്ക് നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ തന്നെ വിശ്വസിക്കാം, ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നതിനുമാകുന്നു. ആ വചനം ദൈവജനത്തിന് കൈമാറുന്നു. കർത്താവ് ആ വചനം ജനത്തിന് കൈമാറുന്നതിനായി സ്തോത്രം. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും, ദൈവകരം കൂടിരിക്കും. തലയുയർത്തുന്നതിനും പരിചയവും മഹത്വവുമായ കർത്താവ് ജനത്തോടു കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. വചനം അങ്ങനെ തന്നെ കൈമാറുന്നു. ജനത്തെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ മറക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.